പണിയെടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെയാ പണിയെടുത്തിട്ടുണ്ടോ? മരത്തള കിട്ടിയാ മതി. ശരിയായി. അല്ല ഓമന ഒന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടും പണിക്ക് പോയി. ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതെന്താ ചേച്ചി, ഓമന തൊഴിലുറപ്പിനെടുത്ത ഫുൾക്കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിട്ടുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. ഫുൾക്കൈ ഷർട്ട് ഇട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇത് ഒന്നും രണ്ടും തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാവരും വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാവരും നമ്മുടെ സുധാകര റേഷൻ കടയിലാണ്. സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്? ഉണക്കിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഉണക്കിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ പണ്ടില്ലാത്ത നിങ്ങളുടെ ചോദ്യം കളിച്ചതിന്റെ മാനം കളയുന്നു. രമണിയമ്മയോട് നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പെട്ടുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കളയിൽ മീൻ ഉണ്ടാക്കണം മണം വന്നാലും ഒന്ന് അവിടെ പോയി നിൽക്കും. ചേച്ചി 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 കുടിക്കാൻ കുറച്ച് വെള്ളം തരാം. എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ രണ്ട് വച്ചും കൂടി ഇട്ടോ. എന്നാലും ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. ഇത് പുതിയതാണ്. എന്ത് ഈ കമ്മല്? ഇത് പുതിയതാ. പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയേ നീ. ഇതുവരെ ഒന്നും കാണാത്തതേ. നിങ്ങൾ എന്താണ് കാട്ടുന്നത്? പണിയെടുക്കാൻ പറഞ്ഞവരോട് ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസ് കൂടി. ചേച്ചി ഒരുപാട് കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ പോട്ടെ. അല്ല നിങ്ങൾ പിന്നെ എന്താണ് അങ്ങോട്ട് വന്നത്? ചേച്ചി ഇഷ്ടമാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയുള്ളത്? കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ ബാഗ് കഴിക്കാമെന്നൊക്കെ കണ്ടിട്ടിരിക്കണോ? ഇങ്ങനെയാണ് കണ്ടു പോകണമെങ്കിൽ നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി എന്റെ പണി കളയരുത്. അവര് ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്നത് തുടങ്ങോ? പുതിയതാണോ? എന്ത് ഈ സാരി നിങ്ങളെന്താ ചോദിക്കാതെ വിചാരിച്ചിട്ട് ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ്. എത്ര രൂപയായി? 5000 രൂപയായി. പണ്ട ഒരു 10,000 ചേച്ചി ഇത്തവണത്തേക്ക് കൂടെ ഒന്ന് മാപ്പാക്കണം. ചേച്ചി നീ മേടിച്ചായിരുന്നോ? എന്ത് മീനാ? അയ്യോ ശരി, വലിയ മീന മലയിൽ ഇപ്പൊ മേടിക്കണ്ട. വലിയ ഫോർമാലിറ്റി. അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളൂ അല്ലേ? അയ്യോ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ കുത്തിക്ക് വന്നേക്ക്, ഞങ്ങൾ നിന്നോളാം. എങ്ങനെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ അയ്യോ ചേച്ചി ഇത്തവണത്തേക്ക് കൂടി മാപ്പാക്കണം. ഇപ്പൊ ചെയ്യാം. ചേച്ചി കുട്ടിയായിരുന്നു. കണ്ട മുഖത്തൊരു ചുളിവ് പോലും ഇല്ല. കർമ്മം കണ്ട പ്രായം പറയത്തില്ല. പുതിയതാണോ? ചെരുപ്പ് അല്ല പഴയതാ. എന്നെ സൂചിപ്പിച്ച് പണിയെടുക്കാതിരിക്കണം. അവർക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുത്തു. 1 മണിക്കൂറിനകത്ത് 7 മുഴുവൻ വൃത്തിയാക്കി പോണം. ഈ 2 പൂതനകളും കൂടെ നമ്മളെ പണിയെടുപ്പിച്ച് കൊല്ലിക്കുമല്ലോ. അപ്പോഴേ പറഞ്ഞാണ് ഇവിടെ നമ്മുടെ കളിയൊന്നും നടക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മളെ പാമ്പ് കളിയാണ്. അതെന്താണ് പാമ്പ് കളിക്കും? പാമ്പ് കളി എന്ന് വെച്ചാൽ ഇപ്പൊ അങ്കിലേ
നമ്മള് പ്ലാസ്റ്റിക് പാമ്പിന് നമ്മളിടും. പറമ്പില് പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കും. പള്ളയൊക്കെ എന്റെ മുകളിൽ ഇട്ടോ. ശരി, അടുത്ത വീട്ടിൽ പോയി ഇതേ പണി എടുക്കണ്ടേ? സദ്യ റെഡി. സദ്യ